തെറ്റ് പറ്റാത്ത ആരുമില്ല, തെറ്റ് സംഭവിക്കാത്തവരും ആരുമില്ല. പക്ഷെ എന്നും തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുക എന്ന് വെച്ചാലും ദുഃഖിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുക, ചീത്ത പറഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കുക, അത് ഒരു പ്രായോഗികമല്ല. നമുക്ക് അതിൽ നിന്ന് മാറാം ശ്രമിച്ചാൽ മനസ്സിനെ. അപ്പം അതിനൊരു ശ്രമം നമ്മൾ കൊണ്ടുവരണം. അപ്പം അതുകൊണ്ട് ചിന്തകൾ വരുമ്പോൾ നമ്മൾ തന്നെ ശ്രവണമെന്ന് നിത്യാസനം ചെയ്യണം. ഇത് ശരിയോ തെറ്റോ, ഇങ്ങനെയല്ല എങ്ങനെ ആയിരിക്കും. അതിന് കുറച്ച് സമയമെടുക്കും. പെട്ടെന്ന് അങ്ങോട്ട് പ്രതികരിക്കാതെ അതിനെ കേൾക്കാൻ ഒരു നല്ല കേൾവിക്കാരനാണ് പറയുന്നത്. മറ്റുള്ളവരുടെ കേൾക്കാൻ ക്ഷമ വരണം. അങ്ങനെ കേട്ട് കഴിയുമ്പോഴാണ് നമുക്ക് തെളിയുന്നത്. മറ്റൊരു പറഞ്ഞ പകുതിയാകുന്ന നമ്മൾ ചാടും, കാര്യം മനസ്സിലാക്കുന്നതാണ്. അതാണ് നമ്മൾ എപ്പോഴും നമ്മൾ കേൾക്കാനുള്ള നല്ല കേൾവിക്കാരനാണ്. കേൾക്കാൻ അടിസ്ഥാന ക്ഷമയാണ്. കുറച്ച് പ്രയാസം എന്തായാലും നമുക്ക് ഉണ്ടാവും. കർമ്മത്തിൻ്റെ ഗതി വളരെ നിഗൂഢമാണ്. അതിൻ്റെ സൂക്ഷ്മതകൾ മനസ്സിലാക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. കർമ്മഗതിയുടെ പ്രവർത്തനം ദേശവും കാലവും തടസ്സമല്ല. ഒരു കുറ്റവാളി എവിടെ പോയാലും പോലീസും നിയമവും അയാളെ പിന്തുടർന്ന് പിടിക്കും, 98%. അതുപോലെ ഈ ലോകത്തായാലും മറ്റേതെങ്കിലും ലോകത്ത് പോയി ജന്മെടുത്താലും കർമ്മഫലം നമ്മളെ പിന്തുടരും. നമ്മൾ വിചാരിച്ചതുപോലെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ ഒന്നുകിൽ അത് നമ്മുടെ കർമ്മഫലമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാരബ്ധം ഈ ദുഃഖത്തിൽ കൂടി തീർന്നതായിരിക്കാം, അല്ലെങ്കിൽ തീർക്കുന്നതായിരിക്കാം എന്ന് നമുക്ക് ആശ്വസിക്കാം. അതും അല്ലെങ്കിൽ വരാമെന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നത് ശ്രദ്ധിച്ച് നീങ്ങണമെന്നായിരിക്കാം. അങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ട് മനസ്സിനെ ആശ്വസിപ്പിക്കണം. കാരണം അങ്ങനെയാണ് പലതും കണ്ടുവരുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തായിരുന്നാലും എന്ത് സംഭവിച്ചാലും നമ്മുടെ വിധിയെ പഴിക്കാതെ സ്വീകരിക്കാൻ ശ്രമിക്കണം. വിധിയെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിധി വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാതെ അതിനെ സ്വീകരിച്ച് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. പറയല്ലോ, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ മറിഞ്ഞ് വീണു, കാലിട്ട് വീണു, അയ്യോ ഇങ്ങനെ വീണല്ലോ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ വീണ്ടും എഴുന്നേറ്റ് നടക്കുക. ഈ പാത ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു സാഹചര്യം സൃഷ്ടിച്ചതായിരിക്കാം. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അല്ലാതെ വിധിയെ പഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയല്ല. ഒന്ന് ഈ വിധി പഴിക്കുന്നത് എന്തിനാണ്? ഈ വിധമായത് എന്നോട് കർമ്മമാകാം എന്ന് നമ്മുടെ കർമ്മം കൊണ്ടാകാം. അപ്പോൾ അവിടെ നിന്ന് പിന്നെ വീണ്ടും നമ്മൾ മുന്നോട്ട് ശ്രദ്ധിച്ച് പോകണം. പറയില്ലേ, ഉപ്പുവെള്ളത്തിരുന്ന് നല്ല ഒഴിച്ച് ഉപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നത് പോലെ വീണ്ടും നമ്മൾ നല്ല കർമ്മം ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് മുന്നോട്ട് പോകണമല്ല. അപ്പം നല്ല കർമ്മം ചെയ്യാം. മറ്റേ നമുക്ക് വിധി തന്നെ വന്നത് കർമ്മത്തിൻ്റെ ഫലമല്ലേ. തെറ്റെന്തെങ്കിലും അറിവില്ലാതെ ചെയ്തായിരിക്കാം. വീണ്ടും നല്ല കർമ്മം ചെയ്താൽ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ 100% ഒരു പക്ഷേ നമുക്ക് മാറ്റാൻ സാധിച്ചു വരികയില്ല. ഇത് മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ. നമുക്ക് പ്രയത്നിക്കാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാകും, മറ്റു വ്യക്തികളെ ആശ്രയിച്ച് നമ്മുടെ ദുഃഖം പറയാൻ ശ്രമിക്കും. മറ്റേ വ്യക്തിയും പൂർണ്ണരല്ല. അപ്പോൾ അവർക്കും ഇതിൻ്റെ ഇരട്ടി ദുഃഖം. അപ്പോൾ തൻ്റെ ദുഃഖം ഇറക്കി വയ്ക്കാൻ പോയാൽ അപ്പോൾ അതിൻ്റെ ഇരട്ടി ദുഃഖമായിട്ടാണ് തിരിച്ചു വരുന്നത്. കാരണം അവരും പൂർണ്ണരല്ല, അവർക്കും ദുഃഖങ്ങളുണ്ടാകാം, അവർക്ക് നമ്മളീ കഴിഞ്ഞ ദുഃഖങ്ങളുണ്ടാകാം. അപ്പോൾ എന്താ, അവിടെ നമുക്ക് ആശ്വാസം കിട്ടിയില്ല, പിന്നെ അവരോട് പറഞ്ഞ് കരയാൻ അവരെ. അപ്പോൾ ഒരു ചെറിയ ചേര വലിയ മാക്രയെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന പോലെയാണ്. അവസാനം തൊണ്ടയ്ക്ക് തന്നെ ഇരിക്കുക. ചേരയ്ക്കും രക്ഷയില്ല, മാക്രയ്ക്കും രക്ഷയില്ല. അതിന് അപ്പോൾ ഉള്ളോട്ട് ഇറക്കാനും വയ്യ, പുറത്തോട്ട് പോവുകയില്ല, അവിടെ തന്നെ ഇരിക്കുക. മാക്രയും മരിച്ചതില്ല രണ്ട്. അപ്പോൾ ഇതുപോലാണ് നമ്മുടെ മറ്റുള്ള ആശ്രയിക്കും അവർക്ക് ഇരട്ടി ദുഃഖം ഉണ്ടാകും. പിന്നെ അത് 100 പേരോട് അവർ പറഞ്ഞ് നടന്ന് പിന്നെ ഒന്നുകൂടി പ്രശ്നങ്ങളെ സൃഷ്ടിക്കും. ഒരാൾ തൻ്റെ അനുജനെയും കൂട്ടി ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാനെത്തി. ഡോക്ടർ ചോദിച്ചു, എന്താണ് പ്രശ്നം? ജ്യേഷ്ഠൻ ഡോക്ടറോട് പറഞ്ഞ്, ഈ അനിയൻ്റെ വിചാരം എപ്പോഴും ഇവൻ കോഴിയാണെന്നാണ്. പട്ടിയെയും പരന്തിനെയൊക്കെ കണ്ടാൽ ഓടി വന്ന് വീട്ടിനകത്ത് കയറി വിളിച്ചിരിക്കും. ഡോക്ടർ ചേട്ടനോട് ചോദിച്ച്, ഈ അനിയൻ എത്ര നാളായി ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയിട്ട്? അത് ഡോക്ടർ 1 വർഷത്തോളമായി ഇവനിങ്ങനെ പെരുമാറാൻ തുടങ്ങിയിട്ട്. 1 വർഷമായിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ചികിത്സയ്ക്ക് കൊണ്ടുവരായിരുന്നത്? എപ്പോഴും ഇവൻ പറയും കോഴിയാണ്. എന്തായാലും ഇവൻ കോഴിയായതല്ലേ,
അപ്പോൾ പിന്നെ മുട്ടയും കൂടി ഇടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നു. പക്ഷേ ഇതുവരെ ഇവൻ ഒരു മുട്ട പോലും ഇട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇവനെ കൊണ്ടുവന്നത്. ഇന്ന് പലരും ഈ അവസ്ഥയിലാണ്. നമ്മളും പൂർണ്ണരല്ല, ചെന്ന് ആശ്രയിക്കുന്നവരും പൂർണ്ണരല്ല. രണ്ടുപേരും ഇതുപോലാണ്. വാസ്തവം നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ പരിഹരിക്കാൻ, ശരിക്കും ആഴത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളു. അപ്പോൾ ഒരു മനോരോഗിയുടെ അവസ്ഥയെ പറയല്ല അമ്മ. ഒരു മനോരോഗി സൈക്കാട്രിസ്റ്റ് പോകണം, തെറ്റില്ല. പക്ഷെ അല്ലാത്ത ഉള്ള കാര്യങ്ങൾ പറയാം. പക്ഷെ മനോരോഗി മനഃശാസ്ത്രത്തിൽ പോയാലും ആ മനഃശാസ്ത്രം പറയുന്നത് പോലെ ഉൾക്കൊണ്ടാലേ മനോരോഗിക്ക് ഉണരാൻ പറ്റുള്ളൂ. പക്ഷെ മനോരോഗി മനഃശാസ്ത്രമാണ്. അല്ലാത്തവരെ അപേക്ഷിച്ചിട്ട് തൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ അതിൻ്റെ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കണം.